നമ്മൾക്ക് വീണ്ടും കളിക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മളൊന്ന് സ്കേറ്റ് കളിക്കാൻ പോണത് എക്സ്ബോക്സിന്റെ ഇത് വേറെ ഏതോ സംഭവമാണ്, എനിക്കറിയില്ല ഇതിന്റെ പേര്. സോ വള്ളിയൊക്കെ ഉണ്ട്, ഇതിലാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത്. സോ നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഇതിൽ കുറെ ചെയ്യാത്ത മിഷൻസ് ഉണ്ട്. കുറെ കാലമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യണില്ല. ഇന്ന് നമ്മൾ ഇതിലുള്ള ഏകദേശം എല്ലാ മിഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ശരിക്കും അതിന്റെ മുന്നേ നമുക്ക് ഇവിടെ ആയിട്ട് ഓൻ അനങ്ങണിയിലൊക്കെ ചാടാണ്. ബാബാ കഴിഞ്ഞ കളിയിൽ ഒരു സംഭവം ചെയ്തിട്ടില്ലേനോ, സ്ലൈഡ് ചെയ്തിട്ടില്ലേനോ, പാർക്കൂർ. ഞാൻ കാണിച്ചു തരാം, ഇന്ന് കണ്ടോളി. ഇത് നമുക്ക് ഈ കൺട്രോളറിൽ പറ്റുമോന്ന് നോക്കി നോക്കാം. വാ അളിയാ, ഇവിടുന്നൊക്കെ പല്ല് പോകെ കളിക്കല്ലേ. പല്ലല്ലടാ, ഗേറ്റ് ബോർഡ് പോയി. ഇനി ഞാൻ പറ്റൂലടാ. ഇനി ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോണത്. കണ്ടോ പണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പേടിച്ചു. അളിയാ കണ്ടോ ഞാൻ എന്താ പറഞ്ഞത്, അപ്പുറത്തെ തൊടുക്കെത്തി മച്ചനെ. നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റൂല. ഇല്ലടാ, ഇതിൽ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റൂല. അപ്പുറത്തെത്തിയടാ മച്ചനെ. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞിട്ടില്ലേനോ, ഇവിടെ ഓരോ നമ്മൾ ചെയ്യാനായിട്ടുള്ള കുറെ മിഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യൂടാ. ഇവിടെ എടുത്താണ് സംഭവം ഉള്ളത്. അതേപോലെ തന്നെ ഗൈസ്, നമുക്ക് ഇതിൽ കുറെ ഡ്രസ്സും അതേപോലെ തന്നെ ഔട്ട്ഫിറ്റുകളൊന്നും ഇല്ല. അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ കുറെ മിഷൻസ് കംപ്ലീറ്റ് ആക്കിയെന്ന് വേണം. ഒരു മിനിറ്റ് നമ്മൾ ഏത് തൊടുക്കാ പോണത്? അത് മാത്രല്ല ഗൈസ്, ഞാൻ ഇതിന്റെ മേലല്ലേ കണ്ടു, ആ അറ്റത്തുനിന്ന് ചാടാൻ പറഞ്ഞിട്ടില്ലേനോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്തിരുന്നത്. സത്യം, അതിന്റെ മേലെ നമ്മൾ ഇതിനായിട്ട് ചാടിയിട്ടില്ല. അതിന്റെ മേലൊക്കെ ഒന്ന് പോയോക്കാം മച്ചാനെ. അത് മാത്രല്ല, ഇതിന്റെ മേലൊന്നും നമുക്ക് ചാടാൻ പറ്റൂ. എത്തിയടാ, ഇറങ്ങും മച്ചാനെ. ഇവിടുന്ന് എങ്ങാനും ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാതെ എവിടുന്ന് നമ്മൾ ചാടാൻ പാടില്ല കേട്ടോ. ഓക്കെ, 3, 2, 1. അതെ, അതിന്റെ മുന്നേ പോണതിന്റെ മുന്നേ നിങ്ങൾ ഇതിനൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ, ഡു സബ്സ്ക്രൈബ്, ലൈക്കും ചെയ്തോളി. വളർച്ച. ലെറ്റ്സ് ഗോ ബ്രോ. അയ്യോ എടാ, പ്ലേറ്റ് എടുക്കാൻ മറന്നുപോയി, സ്കേറ്റ് ബോർഡ് എടുക്കാൻ മറന്നുപോയി. ബാ ഇനി നമ്മൾ സ്കേറ്റ് ബോർഡ് കറക്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. ഇത് കറക്റ്റ് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. ചാടേ. ലെറ്റ്സ് ഗോ. അയ്യോ, നമ്മൾ സ്കേറ്റ് ബോർഡ് എടുത്തിട്ട് വേണം ചാടാൻ. നേരത്തെ നമ്മൾ മറന്നുപോയി, കണ്ടില്ലേ? നല്ല കറക്റ്റ് ആയിട്ട് ചത്തുപോയടാ. വൺ മോർ. ഇത് കറക്റ്റ് ആണോ? അത് കറക്റ്റാ. ലെറ്റ്സ് ഗോ. അമ്മ ബസ് കൊടുത്തത് ഇവനൊക്കെ എടാ, KSRTC ആണത് സത്യായിട്ട്. കണ്ടോ, മാറിക്കാൻ മാറിക്ക്. മാറി കേട്ടോ, നല്ല ആൾക്കാരാണ്. ഇനി കണ്ടറാന്റെ ബോക്ക് ഞാൻ നോണാണ്, അതെന്നെ എന്റെ സ്വഭാവം ഇങ്ങനെ. ലെറ്റ്സ് ഗോ ബ്രോ. തലമ്മ ഇവിടെ തട്ടിട്ടേ അങ്ങനെ. വാ വൺ മോർ. ഒന്നോ എടാ, എനിക്ക് ഒന്നെങ്കിലും ഇവിടുന്ന് ജയിക്കണടാ. ഇതെന്ത് കഷ്ടാണിത്. ഈ ചെങ്ങായി എനിക്കിപ്പോ മനസ്സിലായടാ. അയ്യോ, മനസ്സിലായില്ല. സ്കേറ്റ് ബോർഡ് എടുക്കുക, അതെനിക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ളതാണ്. ഇങ്ങനെ തന്നെ. പോട്ടെ. ലെറ്റ്സ് ഗോ ബ്രോ. എന്റെ മോനെ, പക്ഷെ വേറെ ഏതോ വെള്ളത്തിൽ കത്തിയത്. എന്നാലും മണില്ലടാ, നമ്മൾ കറക്റ്റ് ആയിട്ട് എത്തില്ലേ. അതാണ് നമ്മള് ഏത് സാധനമാണെങ്കിലും ട്രൈ ചെയ്തോണ്ടേ നിൽക്കണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ തേങ്ങ കിട്ടിക്കൊണ്ടേ നിൽക്കും. അതുകൊണ്ട് അപ്പൊ ഞാൻ അത് ചെയ്തോണ്ടത്. കണ്ടില്ലേ, ബസ്സിനൊക്കെ നമുക്ക് ഡബിൾ. എവിടുക്കാ ഓനോന്റെ ബസ്സും കൊണ്ടൊരു ബന്ധക്കണേ കണ്ടത്. നമ്മളെ മിഷൻ പൂർത്തിയാക്കൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലായി, ഇപ്പോഴും ഒന്നും നടന്നിട്ടില്ല. ഏതൊരു ചേച്ചി പോയിട്ടുണ്ട് കേട്ടോ. ചേച്ചി. യെസ് ഗൈസ്, എത്തി. ഇതാണ് മച്ചാനെ മിഷൻ. ബാ, എന്തൊക്കെ ചെയ്യണം? ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവര് ടൈം വന്നിക്കണോ? 4 മിനിറ്റിന്റെ ഉള്ളിൽ ഗ്രൈൻഡ്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തപ്പോ നടന്നത്? ഓക്കെ, ഗ്രൈൻഡ്സ് എന്താന്നുള്ളത് ഫസ്റ്റ് നമുക്ക് മനസ്സിലാവണ്ടേ. ഹലോ, ഗ്രൈൻഡ്സ് എന്താ? ടോട്ടൽ സ്കോർ 6000 വേണം. ഓക്കെ, അത് ഞാനിപ്പോൾ തരാടാ. കണ്ടോ, നമ്മള് സ്കേറ്റില് ഒരു സംഭവം ഇങ്ങനെ ചെയ്തോണ്ടേ നിന്ന് കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ഉണ്ടാക്കിക്കൊണ്ടേ നിക്കാം. കണ്ടോ, വൺ മോർ. ഇതിൽ ഇന്റെ സ്കില്ലുകൾ മൊത്തം എടുക്കോടാ. കാണണോ? ബ്രോ, ഇതൊക്കെ ഞാൻ നിങ്ങളില്ലാത്ത ടൈമിലൊക്കെ മൊത്തം പഠിച്ചു വെച്ചിക്കണേ. നിങ്ങൾ എന്താ കരുതിയത്? അല്ല പിന്നെ എല്ലാം കണ്ടോ ചോമ്പനുമ്പോ കൂടെ വരെ ഞാൻ സ്കേറ്റ് ഓടിക്കും. ഇപ്പൊ തന്നെ മൂന്തി കുത്തിയാണ് പൂണീനോ, എന്റെ തൊള്ളാണ് നിന്നേനെ. എടാ, നമുക്ക് 4 മിനിറ്റിന്റെ ഉള്ളിൽ ഇതൊക്കെ ചെയ്യണം പറഞ്ഞ ഈ ഗ്രൈൻഡ് എന്താണ് സംഭവം? ഗ്രൈൻഡ് എന്ന് പറയുന്നത് നമ്മള്
ഓക്കെ മുറിയായി. ഗ്രൈൻഡ് എന്ന് പറയുന്നത് ഈ സംഭവമാണെന്ന് തോന്നുന്നത്. ഓക്കെ എവിടെ ഗ്രൈൻഡ് ആയില്ലേ? ഓ ഇതന്നെ ഒരു ഗ്രൈൻഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ആയടാ സമാധാനം കള്ളപ്പടുവാ. ഇത് ഞാൻ ശരിയാക്കൂടാ, ഇതിന്റെ വാസിയാണ്. അത് ശരിയായില്ല. വൺ മോർ ലെറ്റ്സ് ഗോ. എടാ കിട്ടിയടാ, ഒരു ഗ്രൈൻഡ് കൂടി അതേപോലെ ഫ്ലിപ്പ് ചെയ്യണം. ഓക്കെ ഗ്രൈൻഡ് ട്രിപ്പിൾ ഫ്ലിപ്പ്. എന്താ കൂടെ 2 മിനിറ്റടാ, 2 മിനിറ്റിനുള്ളിൽ സെറ്റ് ആക്കണം. അയ്യോ ഗ്രൈൻഡ് എടാ ഇവനോട് ഗ്രൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണത്? കറക്റ്റ് ആയിട്ട് പോവുക. ഗ്രൈൻഡ് ലെറ്റ്സ് ഗോ. എത്രയായി? ഓക്കെ 6 ഗ്രൈൻഡ് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഗ്രൈൻഡും ടോട്ടൽ സ്കോറും നമ്മൾ ഫുൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നമുക്ക് സ്പിന്നാണ് ചെയ്യേണ്ടത്. സ്പിന്ന് ചെയ്യണമെങ്കിടാ നമുക്ക് ഈ സെന്റർ സാൻഡ് കൂടെ തന്നെ ചാടണം. ചാടിയില്ലടാ. ഓക്കെ ഒന്നുകൂടി ചാടിയൊക്കെ. അതാണോ? അല്ലടാ ട്രിപ്പിൾ ഫ്ലിപ്പ്. ട്രിപ്പിൾ ഫ്ലിപ്പ് അതായത് ട്രിപ്പിൾ ആയിട്ട് ജമ്പ് ചെയ്യണം. ഓക്കെ എനിക്കിപ്പോ മനസ്സിലാടാ. ഇനി 59 സെക്കൻഡ് ആയിട്ട് ഇത് കഴിയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. 7 സെക്കൻഡ്. ഒരു ഫ്ലിപ്പ് കൂടി ചേട്ടാ മതി. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോണ മിഷൻ ഏതാന്ന് വെച്ചാല് ഇത് നമ്മൾ തൊട്ടിട്ട് പോരൂല. ഈ മിഷനൊക്കെ നമ്മൾ ആദ്യം തന്നെ എല്ലാ തൊടുവിന്റെ മേലക്കും പോവുക ചാടുക. അത് നമ്മളെ ശരിക്കുള്ള പരിപാടി. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ മിഷൻക്ക് കടന്നിട്ടുള്ളത്. ഇതിൽ കുറെ സംഭവങ്ങളുണ്ട്. എന്നാലേ ഡ്രസ് ഇട്ടുള്ളൂ. എനിക്ക് ഡ്രസ്സാ വേണ്ടത്. കുറെ ദിവസമായിട്ട് നമ്മൾ ഈ കമ്പിളി പൊതുമ്പ് പൊക്കിയോണ്ട് കുറെ കൊല്ലായിട്ട് പോണുണ്ട്. ഇതിന്റെ മേലെയാണോ പടച്ചോനെ? ഇവിടെ ആരെ ബ്ലോക്ക് ഉണ്ടാക്കിച്ചിക്കണേ? ഡേ ഇറങ്ങി പോടേ. അയ്യോ ബ്ലോക്ക് ശരിയാക്കാൻ പോയി ഇഞ്ഞടാ അടിച്ചിട്ടത്. ഓനെ പിടിച്ചോണല്ലോ KSRTC കാരോ. അല്ല ഇതേതോ അണ്ണൻ തമ്പിയാണ്, മറ്റേ അണ്ണൻ ലോറിത്തെ ഡ്രൈവറാ. നിക്കടാ എന്തോ നിക്കാത്തത്? ഓന്റെ മണ്ടക്ക് ഞാൻ കുത്തും. ഈ ലോറി ഞാൻ കണ്ടില്ല. ആ ലോറിനെ നോക്കി പോയപ്പോ സ്കേറ്റ് ബോർഡും അതിന്റെ ഒപ്പം പോയി. എനിക്ക് മുത്തേ എടാ ഇതിന്റെ ബോളിന് ഈ സംഭവം. ഓക്കെ ഗൈസ് ഈ മിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാപ്പിലുള്ള ഏറ്റവും വലിയ ജമ്പനെ ചാടാൻ പോവാട്ടോ. ഞാൻ കുറെ ദിവസമായിട്ട് ഈ ജമ്പ് ചെയ്തിട്ടില്ല. ഇതൊക്കെ എവിടെയാണ്? ഇതിന്റെ മേലക്ക് ഇനി കയറണോ? ഇത് കൂടെ കയറാൻ പറ്റും തോന്നുന്നു. ബാ പോയോക്ക. ഇതൊക്കെ ഇവിടേക്ക് കൊണ്ടുവച്ചിക്കണേ. എന്റെ അമ്മേ. എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഓക്കെ നമുക്കിത് കറക്റ്റ് ആയിട്ട് ഈ മുട്ടാളില്ലേ, ഈ ഗ്യാസ് മുട്ടായി പോലത്തെ ആ സംഭവം കളക്ട് ചെയ്യണമെന്നാ തോന്നണത്. വാ ആദ്യം എത്തൊന്ന് ഓണാക്ക്. ഓക്കെ ലെറ്റ്സ് ഗോ. സ്കേറ്റ് ബോർഡ് എടുക്കടാ. സ്കേറ്റ് ബോർഡ് എടുക്കാത്ത പിന്നെ എന്താ ചെയ്യണത്? നമ്മൾ സ്കേറ്റ് ബോർഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മൾ മിഷന് ഫെയിൽ ആവും. മനസ്സിലായോ? അയ്യോ എടാ തൊടു കൂടെ പോയടാ. നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ആ നീല സാധനം കണ്ടോ? ആ നീല സാധനത്തിന് മുഖം തന്നെ ചാടണം. അയ്യോ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഏത് വലിയ പ്രോ പ്ലെയർ ആണെങ്കിലും ഇഞ്ച പോലെ ചത്തുകൊണ്ടേ നിൽക്കും. മനസ്സിലായോ? ഓക്കെ ഇപ്പൊ കറക്റ്റ് ആണ്. ഇനി ഇവിടുന്ന് ബ്രോ നമുക്ക് സ്കോറും ആണല്ലേ, ടോട്ടൽ അറ്റംപ്റ്റ് സ്കോർ. ഓക്കെ ടോട്ടൽ അറ്റംപ്റ്റ് സ്കോർ കൂട്ടണം നമുക്ക്. വാ ഇവിടുന്ന് മെല്ലെ ഇങ്ങോട്ട് ചാടുന്നു. അയ്യോ അങ്ങോട്ട് ചാടല്ലേ. ഇത് സിമ്പിൾ ആയില്ലേ. അയ്യോ പോലെ അടേ ഇവിടുന്ന് എങ്ങാനും നമ്മൾ ഇതിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മൾ ഇവിടെ മൊത്തം മൂഞ്ചി. ഓക്കെ ബാക്ക് എടുക്ക് മുത്തേ ബാക്ക് എടുക്ക്. ഓക്കെ കറക്റ്റ് ആണ്. ലെറ്റ്സ് ഗോ ബ്രോ. ഒന്നുകൂടി എന്റെ മോനെ കറക്റ്റ് ആയിട്ട്. ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ശരിക്കുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ലേനോ ഇതിലെ ഏറ്റവും വലിയ സംഭവം, അതായത് ഏറ്റവും വലിയ റൈഡ് അത് ഇതാന്നാ തോന്നണടാ. അതിന്റെ മേലേക്ക് ഇഞ്ചി കയറണോ? ഇതിന്റെ മേലേക്ക് കയറാൻ തന്നെ ഒരു കൊല്ലം പിടിച്ചു. അത്ര വലിയ ഹൈറ്റാണേ. ഓക്കെ അങ്ങനെ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാടാ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ കളിയൊക്കെ കളിച്ചപ്പോ അടിപൊളിയായിട്ട് എനിക്ക് പറക്കാൻ കഴിയുന്നു. ഇതാരടാ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന സാധനം? ഓക്കെ എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. ഓക്കെ ഇടക്കിട്ട് നാവ് അടിക്കണ്ടില്ലേ ഞാൻ? അമ്മ 32. അയ്യോ എടാ ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നുടാ. ഫസ്റ്റ് തൊട്ട് വന്ന്. ഓക്കെ നമ്മൾ വൂഡ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാം ഗൈസ്. ഞാൻ എന്ന് ഈ സ്കേറ്റ് ഗെയിമിൽ കയറണോ അന്ന് തൊട്ടേ ഞാൻ ഈ സ്ലൈഡ് ചെയ്യും. കാണിച്ചുതരാം. ഈ സ്ലൈഡാണ് ഏറ്റവും ബെസ്റ്റ് സ്ലൈഡ് എവർ. ഈ ഗെയിമിലുള്ള ഏറ്റവും ബെസ്റ്റ് സ്ലൈഡ് എവർ. ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെ കളിക്കണ്ടേന്നുള്ളത്. ഞാൻ കാണിച്ചുതരാം. ഇത് ബ്രോ ഫസ്റ്റ്
ഇതിനെ സെറ്റ് ആക്കിയോ? ഇതിന്റെ മുന്നേക്ക് ഞാൻ 10-200 വട്ടം ചത്തിട്ട് ശരീരനെ ഇപ്പൊ ഒന്നും നോക്കില്ല. കണ്ടോ 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 ബ്രോ. അയ്യോ അത് പോയോ? അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടേക്കല്ലേ. ബാ 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 ഇവിടെ നമ്മള് കറക്റ്റ് ആയിട്ടല്ലോ. എടാ ഇത് കൊള്ളടാ, കളി കൊള്ളാം. അന്ന് ഞാൻ ഈ സാധനം വെക്കാതെ ചാടിയിട്ടുണ്ടായിരുന്നത് ശരിയാണ്. അതായത് ഇതിന്റെ മുന്നേ ഞാൻ നെക്സ്റ്റ് സ്ഥലത്തേക്ക് ചാടിയപ്പോ മാങ്ങീത്ത പലക കഷ്ണില്ലേ ഇനിയും. ഇത് ഈ പലക കഷ്ണം ഉണ്ടായതുകൊണ്ടൊന്നല്ല, ഇത് എനിക്ക് കളിച്ചാൻ കഴിച്ചാത്തോണ്ടാ. ഇല്ലടാ ഞാൻ വെറുതെ വിടൂല, എനിക്ക് ഒരു വട്ടെങ്കിലും ജയിച്ചാൽ അറങ്ങണായിമന്നേ. ഇവനെ അനങ്ങാണ്ട് കേറും ഏതെങ്കിലും ഭാഗത്തും കൂടെ ഒക്കെ. നിങ്ങള് ഇതേപോലെ സ്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്യും. നിങ്ങളൊക്കെ സ്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അറിയണല്ലോ. എനിക്കറിയടാ, ഞാൻ പണ്ട് മുതലേ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ചെയ്തിരുന്നതാ. എല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. കമോൺ ബ്രോ, കമോൺ. ഒന്നോ പിടിച്ചോ, ഓടിക്കോ ബ്രോ. ബ്രോ കറക്റ്റാ കറക്റ്റാ, ലെറ്റ്സ് ഗോ. മുട്ടുപൊട്ടി, മുട്ടിന്റെ ചേർത്ത് എങ്ങനെ തുറച്ചേക്കൂടെ? കാണാൻ പോലുമില്ല. ഉള്ള കാര്യം പറയാലോ. ഓക്കെ ഓക്കെ, ചത്തെടുക്കണോക അങ്ങനെയൊക്കെ കിടക്കണത് ബ്രോ. നൈസ് നൈസ് നൈസ്. ഇനി നമുക്ക് ഒരു മിഷനും കൂടി ചെയ്യാം. ഓക്കെ ഗൈസ്, ഈ 149 മീറ്റർ 146 മീറ്റർ അപ്പുറത്ത് ഏതെങ്കിലും ഒരു മിഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും ഇല്ലേ അവിടെ പോയിട്ട് ആ മിഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ എല്ലാ മിഷനും ഒന്ന് തൊട്ട് നോക്കണം, ഫുള്ള് കഴിച്ചിട്ടില്ലെങ്കിലും. അതൊക്കെ റിയൽ ആണെങ്കിൽ ഇനി മെഡിക്കൽ കോളേജിൽ നിന്നൊന്നും വാരാനും കൂടി ഇല്ല, അടിച്ചു വരാനും കൂടി ഞാൻ കിട്ടൂല. അത്രയും ചമ്മന്തി അടിപൊടിയായിരിക്കും എല്ലൊക്കെ. ഓക്കെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ബ്രോ. എടുക്കടാ മിഷീൻ എടുക്കടാ. ഏതാണ്? ഫ്ലിപ്പ് ട്രിക്സ് ഒക്കെയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുകളൊക്കെയാണ് ഇതിലുള്ളത്. പടച്ചോനെ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇല്ല നമുക്ക് എന്തോ ചെയ്യാനുള്ളതാണ്, എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എടാ ഇപ്പുറത്ത് ഒരു പറയുന്നുണ്ടാ നമ്മളെന്താ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, കിക്ക് ഫ്ലിപ്പ് പറഞ്ഞാല് ഇതാണോ കിക്ക് ഫ്ലിപ്പ്? ഇതാണോ കിക്ക്? എനിക്ക് മനസ്സിലായി, അതാണോ? എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ബ്രോ. എന്തോ ഞാൻ ചെയ്തുട്ടോ, ഞാൻ തന്നെ അല്ലേ ചെയ്യണത് കേട്ടോ. എന്തോ ചെയ്തൊക്കെ നമുക്ക് പോയിന്റ് കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് കാട്ടിയാലും പോയിന്റ് കിട്ടും. അങ്ങനെ ഒരു പ്രയോജനം ഈ ഗെയിമിനുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലിപ്പാണ്. ഫ്ലിപ്പ് പറഞ്ഞാല് ഓക്കെ, അങ്ങനെ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എടാ ചിലതൊന്നും നമുക്ക് മനസ്സിലാണ് പോലും. അതിന്റെ ഒക്കെ പേരൊക്കെ വേറെന്തൊക്കെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കണേ. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്ലൈഡ് കൂടി ഉണ്ട് നമ്മൾ എന്നും ചെയ്യണേ. എന്റെ അമ്മ സ്പൈഡർമാന്റെ കുട്ടിയോ? എണീക്കടാ. ഇവരും കൊണ്ട് നമ്മള് 2 ദിവസം എടുക്കാതെന്നപ്പോത്തൊരു എന്തൊക്കെയും നമ്മൾ കാട്ടണമെന്ന് നമുക്ക് പോലും അറിയില്ല. മനസ്സിലായോ? പിന്നെ ഇതിലെ രസം പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് മുക്കും മൂലക്കും നമുക്ക് കയറാൻ പറ്റും. യെസ് എത്താനായി. ഇതിന്റെ ഓടോ അതിന്റെ അപ്പുറത്താടാ. എടാ ഇവിടെ എന്തോ കാറ്റൊക്കെ പോണുണ്ട്. അതിന് നിന്ന് കഴിഞ്ഞാൽ എന്താകാ? അതേത് സാധനവും നമ്മൾ സ്കേറ്റ് ബോർഡ് എടുത്തിട്ടേ പറക്ക. വായുവില് മച്ചാനെ അമ്മ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, ഇത് എനിക്ക് അറിയില്ലടാ. നമുക്ക് ഓടാ. അമ്മ പിടിച്ചില്ല. നമ്മൾ ഇതിന്റെ മേലക്ക് തന്നെ കയറണം തോന്നണടാ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതിന്റെ മേലക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെയുള്ള വ്യൂ പറഞ്ഞ ഭയങ്കര വ്യൂ. അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര മതി എന്ന് പ്രതീക്ഷിക്കണേ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോ ബൈ.